ലോക ചരിത്രത്തിലെ ഏറ്റവും വേദനാ നിർഭരവും എന്നാൽ പ്രത്യാശാ നിർഭരവുമായ ഒരു ദിനമാണ് ഇന്ന്. കാൽവരിക്കുന്നിലെ ആ ക്രൂശുമരണത്തെ നാം അനുസ്മരിക്കുമ്പോൾ അത് കേവലം ഒരു മരണവാർത്തയല്ല, മറിച്ച് ലോകത്തോടുള്ള ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ വിളംബരമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച ക്രിസ്തു ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഏറ്റവും വലിയ പാഠമാണ് നമുക്ക് നൽകിയത്. മറ്റുള്ളവർക്കു വേണ്ടി സ്വയം ബലിയായി മാറുക എന്ന സ്നേഹത്തെ നാം അവിടെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും അപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന വലിയ പ്രത്യാശയാണ് ദുഃഖവെള്ളി നമുക്ക് നൽകുന്നത്. തിന്മയ്ക്ക് നന്മയെ തളയ്ക്കാനാവില്ലെന്നും മരണത്തിന് ജീവനെ എന്നേക്കുമായി കീഴടക്കാനാവില്ലെന്നും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം, മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ഗൗരവമേറിയതും എന്നാൽ പ്രത്യാശാ നിർഭരവുമായ ഒരു സത്യത്തെയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. വിഭൂതി തിരുനാളിലും മരണാനന്തര ശുശ്രൂഷകളിലും നാം കേൾക്കാറുള്ള ഈ വചനം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാനാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ വചനത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, നമ്മുടെ എളിമയുടെ ഉറവിടം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിലത്തെ പൊടിയിൽ നിന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും വച്ച് ഏറ്റവും നിസ്സാരമായ ഒന്നാണ് മണ്ണ്. നാം എത്ര വലിയ പദവിയിലായാലും എത്ര സമ്പന്നനായാലും നമ്മുടെ ഉത്ഭവം ഈ മണ്ണിൽ നിന്നാണ്. നാം അഭിമാനിക്കുന്ന സൗന്ദര്യവും ആരോഗ്യവും അറിവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാം. ഈ തിരിച്ചറിവ് നമ്മിൽ എളിമ അഥവാ ഹ്യൂമിലിറ്റി വളർത്തണം. മണ്ണ് ചവിട്ടപ്പെടാനുള്ളതല്ല, മറിച്ച് എല്ലാം സഹിക്കാനും എല്ലാവർക്കും ജീവൻ നൽകാനുമുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതായി, ജീവിതത്തിൻ്റെ നശ്വരത. മനുഷ്യജീവിതം പുല്ലുപോലെയാണ്. അത് രാവിലെ വിരിയുകയും വൈകുന്നേരം വാടുകയും ചെയ്യുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നു. മണ്ണിലേക്ക് മടങ്ങും എന്ന വചനം ഈ ലോകം നമ്മുടെ സ്ഥിരമായ വീടല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. നാം ഇവിടെ പരദേശികളും തീർത്ഥാടകരും മാത്രമാണ്. മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ശരീരത്തിനു വേണ്ടി നാം ഒരുപാട് കരുതി വയ്ക്കുന്നു. എന്നാൽ ദൈവത്തിങ്കലേക്ക് മടങ്ങുന്ന ആത്മാവിനായി നാം എന്ത് കരുതി വെച്ചിട്ടുണ്ട്? ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല, മറിച്ച് നാം ചെയ്ത നന്മകളാണ് മരണത്തിനപ്പുറം നമ്മെ അനുഗമിക്കുന്നത്. മൂന്നാമതായി, മരണത്തിനപ്പുറത്തെ പ്രത്യാശ. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണ് എന്നത് ഒരു അവസാനമല്ല. ഒരു വിത്ത് മണ്ണിൽ വീണ് അഴുകിയാൽ മാത്രമേ അത് വലിയ വൃക്ഷമായി വളരുകയുള്ളൂ. അതുപോലെ നമ്മുടെ ഈ മർത്യ ശരീരം മണ്ണിൽ ലയിക്കുന്നത് അമർത്യമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെ മരണത്തിൻ്റെ ഭയത്തെ നീക്കി. നാം മണ്ണിലേക്ക് മടങ്ങുന്നത് മണ്ണായി തീരാനല്ല, മറിച്ച് ദൈവമഹത്വത്തിൽ പങ്കുചേരാനാണ്. പാപത്തിലേക്ക് മടങ്ങുന്ന മണ്ണല്ല, മറിച്ച് ദൈവത്തിലേക്ക് ഉയരുന്ന ആത്മാവാകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ ജീവിക്കണം. നീ മണ്ണാകുന്നു എന്ന വചനം നമ്മെ 2 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു: അനുതാപവും പ്രത്യാശയും. നാം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടണം. ഈ മണ്ണിലെ ജീവിതം സ്നേഹത്താലും കാരുണ്യത്താലും ധന്യമാക്കാം. ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും ചില തീരുമാനങ്ങൾ എടുക്കാം. പകയും വിദ്വേഷവും വെടിഞ്ഞ് സ്നേഹത്തോടെയും കരുണയോടെയും ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ക്രിസ്തു പകർന്നു തന്ന
ആ വലിയ സ്നേഹത്തിന്റെ തണലിൽ ഒരു നല്ല നാളെയെ നമുക്ക് സ്വപ്നം കാണാം. മണ്ണിൽ നിന്ന് വന്ന നമ്മെ വിണ്ണിലേക്ക് വിളിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരുങ്ങാൻ നമുക്ക് ഈ വചനം പ്രചോദനമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.